പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് മീൻ മുറിച്ചിട്ട് നമ്മൾ വെട്ടി കഴുകുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇറച്ചിയൊക്കെ കഴുകിയെടുക്കുന്ന വെള്ളം ഉണ്ടാവും, ആ ചോര വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഞാനൊരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്തിട്ട് ഈ കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുന്ന് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് നല്ലൊരു വളമാണ് കേട്ടോ കറിവേപ്പിന്. അതുപോലെ വല്ലപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ കറിവേപ്പ് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ തണ്ടാണ് നമ്മൾ എടുക്കാറ് അല്ലേ. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ എടുത്തിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് തണ്ട് എടുത്താൽ കറിവേപ്പ് മുരടിച്ച് പോവുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കൊമ്പൊടിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുക്കാറ്. ഒന്നുകിൽ കത്രിക വെച്ചോ കത്തി വെച്ചിട്ടോ എടുക്കും. ഇപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കത്രിക ഒന്നും എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൈ വെച്ചിട്ട് മുറിക്കും. ഇതേ രീതിയിൽ നല്ലപോലെ മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കുക. തോലൊന്നും ഉരിഞ്ഞു പോകരുത് കറിവേപ്പിൻ്റെ. ഇങ്ങനെ മുറിച്ചെടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുറിച്ചെടുക്കുന്നതിൻ്റെ താഴത്തായിട്ട് ഒരുപാട് നാമ്പുകൾ ഇങ്ങനെ പൊട്ടി മുളച്ചിട്ട് വരും കേട്ടോ. ഇതിൻ്റെ വേറെ കറിവേപ്പാണ്. ഞാൻ ഈ കറിവേപ്പ് നടുന്ന സമയത്ത് ശരിക്കും വേര് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ നല്ല പോലെ നനച്ച് കൊടുത്തതിന് ശേഷമാണ് നല്ല പോലെ ആയി വന്നത്. ഇപ്പോൾ നല്ല